അനിയുടെയും ആദർശിൻ്റെയും പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശി എടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ആദർശ മോനാണെങ്കിൽ അവൻ്റെ ശത്രുവിൻ്റെ അരികത്ത് തന്നെ എത്തിയിട്ടുണ്ട്, പിന്നെ അവനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിലും അവൻ്റെ പേരിൻ്റെ കണക്ക് തന്നെ അവൻ്റെ സ്വഭാവം ഒരു നാഗത്തിൻ്റെ കണക്കെന്നൊക്കെ നമ്മളെ മുത്തശ്ശി ആണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ കാണിക്കുന്നത് നാഗേന്ദ്രനാണെങ്കിൽ ഡേവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ സംശയവും കാര്യങ്ങളും തോന്നിയായിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ അത് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് അനന്തമൂർത്തി ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളത് നേടിയെടുത്തിട്ടേ അടങ്ങത്തുള്ളൂ. പിന്നെ അതുമല്ല ആദർശാണെങ്കിൽ ഇപ്പം AM ജ്വല്ലറിയുടെ ഓണർ ആരാന്ന് തിരക്കി അതിൻ്റെ പിന്നാലെ ആദർശിൻ്റെ നടത്തിയെന്നൊക്കെ ഇങ്ങനെയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ കാണിക്കുന്നത് നമ്മൾ ആദർശിനെയൊക്കെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും AM ജ്വല്ലറിയുടെ അടിവേരിറക്കുന്ന രീതിയിലുള്ള ഒരു വിജയമായിപ്പോയി, നമുക്ക് എന്തായാലും നിനക്ക് നല്ലൊരു വിജയം തന്നെ. ഇനിയിപ്പം നിനക്ക് ധൈര്യമായിട്ട് മുത്തശ്ശിയുടെ മുമ്പിൽ ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയാമല്ലോ എന്നൊക്കെ നമ്മൾ അനിയടുത്താണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദർശാണെങ്കിൽ പിന്നെ നമ്മൾ അനിയാണെങ്കിൽ വന്നിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നയനേട്ടത്തിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തപ്പം മിസ് കോൾ കണ്ടപ്പോഴത്തേക്കും നയനേട്ടത്തി ഓടി വന്ന് മാറി നിന്നൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, അത് മുത്തശ്ശനാണോ എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കട്ടക്കലിപ്പിലൊക്കെ നമ്മൾ അനിയെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.